സേവാഭാരതി എന്ന പേര് മനുഷ്യത്വമുള്ള ആർക്കും മറക്കാൻ കഴിയില്ല. നാം ഇവരെ കണ്ടിട്ടുണ്ട് പലയിടങ്ങളിലായി. ദൈവദൂതന്മാരെ പോലെ ദുരന്തഭൂമിയിൽ ദ്രുതകർമ്മ സേന പോലും മടിച്ചു നിൽക്കുന്നിടത്ത് ജീവന് വേണ്ടി പിടയുന്നവർക്ക് മുൻപിലേക്ക് യാതൊരുവിധ എക്യുപ്മെൻസും ഇല്ലാതെ എടുത്തുചാടി രക്ഷിക്കുന്നവരെ ഇവരെ നാം സേവാഭാരതി എന്ന് വിളിക്കുന്നു. ഇവരെ ഏത് ആശുപത്രിയിൽ ചെന്നാലും നമുക്ക് കാണാൻ കഴിയും. കോവിഡ് കാലത്ത് തീർത്ഥയാത്ര നടത്തുന്ന ഇടങ്ങളിൽ അങ്ങനെ എവിടെയൊക്കെ മനുഷ്യന് സഹായം ആവശ്യമുണ്ടോ അവിടെയൊക്കെ ഇവരെത്തും. ആരോടും പരിഭവമില്ലാതെ, ഇല്ലെങ്കിൽ ചെയ്ത ജോലിക്ക് കണക്ക് പറയാതെ. എന്തിനേറെ പറയുന്നു, ഒരു പത്രസമ്മേളനം പോലും ഇവർ നടത്തിയതായി നമുക്ക് അറിവില്ല. പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്ന വാർത്ത വേദനാജനകം തന്നെയാണ്. കോഴിക്കോട് കോട്ടപ്പറമ്പിൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ കഴിഞ്ഞ 18 വർഷമായി സേവാഭാരതി സൗജന്യ ഭക്ഷണ വിതരണം നടത്തി വരികയായിരുന്നു. കോവിഡ് കാലത്ത് പോലും അതിന് മുടക്കം വന്നില്ല. 2006 അന്നത്തെ മന്ത്രിയായിരുന്ന ആര്യാടൻ മുഹമ്മദും കളക്ടറും പറഞ്ഞിട്ടാണ് സേവാഭാരതി ഈ ഒരു ദൗത്യം ഏറ്റെടുത്ത് ഈ കോട്ടപ്പറമ്പ് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ ഈ കർമ്മത്തിന് തുടക്കം കുറിച്ചത്. 18 വർഷമായി മുടങ്ങാതെ ഈ നൽകി വന്ന ഈ ഭക്ഷണം നിർത്തിവെപ്പിച്ചിരിക്കുകയാണ് അധികൃതർ. അതിന് പറയുന്ന കാരണം തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടങ്ങളുടെ ലംഘനമാണ് എന്ന്. പക്ഷേ ഇതിൻ്റെ ഉത്തരവ് സേവാഭാരതിക്ക് നൽകാനും അധികൃതർ മടിക്കുന്നു. അതായത് സേവാഭാരതിയെ ഭയക്കുന്നു. അതുകൊണ്ട് തന്നെ സേവാഭാരതി നൽകുന്ന ഭക്ഷണത്തിന് വിലക്കേർപ്പെടുന്നു. ഒരു കാര്യം ആലോചിക്കേണ്ടതായിട്ടുണ്ട്. നിസ്വാർത്ഥ സേവനം ചെയ്യുന്ന സേവാഭാരതിക്ക് കഴിഞ്ഞ 18 വർഷമായി രാഷ്ട്രീയവും മറ്റോ നോക്കാതെ നൽകി വരുന്ന ഭക്ഷണം ഒരുപാട് പേരുടെ വിശപ്പടക്കിയിരുന്നു. ഒരുപാട് പേർക്ക് അത് ആശ്വാസമായിരുന്നു. അതാണ് നിങ്ങൾ തെരഞ്ഞെടുപ്പിൻ്റെ പേരിൽ ഇപ്പോൾ മുടക്കം വരുത്തുന്നത്. തെരഞ്ഞെടുപ്പ് വരും പോകും, പക്ഷേ അവിടെ കിടന്ന് ഒരു നേരത്തെ ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുന്നവർക്ക് നിങ്ങൾ എന്തു നൽകും? ഒരുപക്ഷെ പൊതിച്ചോറ് നൽകുമായിരിക്കും. ആ പൊതിച്ചോറിലാണല്ലോ ഇപ്പോൾ നിങ്ങളുടെ രാഷ്ട്രീയം കത്തി നിൽക്കുന്നതും. ഏതായാലും സേവാഭാരതിയെ കൊല്ലാൻ ശ്രമിക്കരുത്. കാരണം അതിന് നിങ്ങളെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല. ലോകമെമ്പാടും പടർന്നു പന്തലിച്ച ഒരു വലിയ സംഘടന തന്നെയാണ് സേവാഭാരതി. ആ സേവാഭാരതിയുടെ ആ ഭക്ഷണ വിതരണമാണ് മുടക്കിയിരിക്കുന്നത്. മനുഷ്യത്വമുള്ള ആർക്കും കേട്ടിരിക്കാൻ കഴിയാത്ത ഒരു വലിയ കാര്യം തന്നെ. ഏതായാലും ഇലക്ഷൻ്റെ പേരിൽ എന്തിനാണ് സേവാഭാരതിയെ തടഞ്ഞതെന്ന് മാത്രം മനസ്സിലാകുന്നില്ല. ഇതൊരു സന്നദ്ധ സംഘടനയാണ്, ഒരു സേവന സംഘടനയാണ്. ഇവരാരും തന്നെ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയതായോ മത്സരിച്ചതായോ കൊടിപിടിച്ചതായോ ആരും കണ്ടിട്ടുമില്ല. അങ്ങനെ ഒരു സംഘടനയെ എന്തിനു തടഞ്ഞുവെന്ന് ചോദിച്ചാൽ അതിനുത്തരവും ഇവർക്ക് പറയാനുണ്ടായില്ല. ഏതായാലും സേവാഭാരതിയാണ് നിങ്ങൾക്ക് കുരു പൊട്ടിക്കുന്നതെങ്കിൽ എത്ര നാൾ നിങ്ങൾക്ക് അങ്ങനെ പൊട്ടി ജീവിക്കാൻ കഴിയും? ഈ ചോദ്യം തന്നെയാണ് ഞങ്ങൾ ഉയർത്തുന്ന. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.